കണ്ണന്താനം കുടുംബ പ്രാർത്ഥന. ഞാൻ നിന്നെ വലിയൊരു ജനതയാകും, അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിത്വൈക ദൈവമേ, ഈ വചനത്തിന്റെ ശക്തിയാൽ കണ്ണന്താനം കുടുംബത്തെ അഭിഷേകം ചെയ്ത് ഒരു അനുഗ്രഹമാക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൂർവികർക്ക് നിത്യാശ്വാസവും ജീവിച്ചിരിക്കുന്നവർക്ക് കൃപാകടാക്ഷവും വരും തലമുറകൾക്ക് ആശീർവാദവും നൽകണമേ. ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും സാമ്പത്തിക ജോലി മേഖലകളും കർത്താവായ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സന്തോഷവും സമാധാനവും ഹൃദയ ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. സുഖലോലുപതയുടെയും മദ്യാസക്തിയുടെയും കലഹങ്ങളുടെയും മറ്റെല്ലാ തിന്മകളുടെയും അരൂപികളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അകറ്റിക്കളയണമേ. അത്യാഹിതങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. തിരുസഭ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ. വരുമാനമുള്ള ജോലിയും അനുയോജ്യരായ ഭാര്യാഭർത്താക്കന്മാരെയും നൽകി യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അയൽവാസികളെയും നാടിനെയും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ശക്തി നൽകണമേ. ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവപിതാവിന് നന്ദിയും ആരാധനയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ കന്യാമറിയമേ, തിരുക്കുടുംബത്തിന്റെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ അവസരത്തിൽ എന്റെ കടമ എന്ന് പറയുന്നത് ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർക്ക് സ്വാഗതം പറയുക എന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന ധാരാളം കുടുംബാംഗങ്ങളുണ്ട്, അവരുടെ ബന്ധുമിത്രാദികളുണ്ട്. അപ്പോൾ ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുടുംബ യോഗം അതിന് കൂടുതൽ ഭാവം നൽകിയ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ കാരണവന്മാരെ ഒരു നിമിഷം ഞാൻ സ്മരിക്കുകയാണ്. മാതിച്ചിട്ട് അദ്ദേഹമാണ് നമ്മുടെ കുടുംബ ചരിത്രം എഴുതുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ പിള്ളച്ചിറ്റപ്പനും നമ്മുടെ പേരപ്പനും മറ്റ് കാശനും മറ്റ് എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. ഒപ്പം അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മൂലം പരിചിതപ്പൻ നമ്മുടെ കുടുംബ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തി പല കാര്യങ്ങളും കണ്ടെത്തുന്നതിന് മുൻപന്തിയിൽ നിന്നത് പരിചിതപ്പനാണ്. അപ്പോൾ ശാരീരികമായ ആവശ്യങ്ങളും ചിലവരുടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ജോസഫ് ഇറ്റപ്പൻ ഇതിൻ്റെ എഴുത്ത് സംബന്ധമായ കുടുംബ ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചത് ജോസഫ് ഇറ്റപ്പൻ ആണ്. അവരെല്ലാം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ കുടുംബയോഗം പ്രസിഡന്റായ ശ്രീ പോൾ കണ്ണന്താനം അവர்களാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ കുടുംബയോഗത്തിന്റെ മുഖ്യ രക്ഷാധികാരി നമ്മുടെ പ്രിയപ്പെട്ട ജോമോൻസനാണ്. അച്ഛൻ പള്ളയങ്ങാനം HSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായി കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്യുകയുണ്ടായി. ഇനി നമ്മുടെ കുടുംബയോഗത്തിന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുവാൻ അച്ഛന് കഴിയും. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും അഭിമാനഭാജനമായി കണ്ണന്താനം കുടുംബങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, കൊട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീമതി സിസിലി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കുടുംബയോഗത്തിന്റെ നെടുത്തൂണായി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ജോൺചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കുടുംബയോഗത്തിന്റെ എഴുത്തുകുത്തുകൾ കണക്ക് സംബന്ധമായ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ജോഷി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്കറിയാം, വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കണ്ണന്താനം കുടുംബങ്ങളുണ്ട്. വളരെയധികം തിരക്കുകളുണ്ടായിട്ടും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വർഷത്തിൽ ഒരിക്കലും നടത്തുന്ന ഈ പ്രവർത്തനത്തിലേക്ക്
കുടുംബയോഗ സംഗമത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ പരസ്പരം കാണുന്നതിനും സ്നേഹം പങ്കിടുന്നതിനും വേണ്ടി കടന്നു വന്ന കുടുംബാംഗങ്ങൾക്കും അവരുടെ ബന്ധുമിത്രാദികളെയും എല്ലാം ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നതിനായി ശ്രീ പോൾ അവരുടെ ക്ഷണിച്ചുകൊണ്ട് ഇതിന്റെ വാക്കുകൾ നൽകുന്നു. എൻ്റെ വിശിഷ്ട സ്നേഹമുള്ള ജോണച്ച, വാലച്ചേട്ട, ജോഷി, ഏറ്റവും നമ്മുടെ വിശിഷ്ട വ്യക്തിയായ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിസി ചേച്ചി, സ്നേഹമുള്ള കണ്ടന്താനം കുടുംബാംഗങ്ങളെ, നമ്മുടെ 13ാമത്തെ കണ്ടന്താനം കുടുംബ സംഘമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, 1ാമത്തെ വാർഷികം നമ്മുടെ റോബർട്ട് അച്ഛൻ്റെ പുത്തൻ കുർബാനയോട് കൂടി നമ്മുടെ നാട്ടിലെ മന്ദചേറ്റപ്പനും കുര്യാഞ്ചേറ്റപ്പനും ചുമക്കുന്നിന പൈച്ചേറ്റപ്പനും പാപ്പുപ്പനും ഇവരെല്ലാവരും കൂടി അന്നൊരു യോഗം കൂടി നമ്മൾ തുടക്കമിട്ടതാണ് കണ്ടന്താനം കുടുംബസംഗമം. ഇന്ന് നമ്മുടെ അച്ഛൻ കുർബാന മധ്യേ പ്രസംഗം പറഞ്ഞ പോലെ ഏറ്റവും അനുഗ്രഹീയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് നമ്മുടെ ഈ ദിവസം. എല്ലാം കണ്ണന്താനം കുടുംബത്തെ ഇന്ന് ദൈവം അത്യധികം അനുഗ്രഹം വാരിച്ചൊരിയുന്ന നിമിഷമാണ്. അതോടൊപ്പം നമ്മുടെ മൺമറഞ്ഞു പോയ മാതാപിതാക്കള് അത്യധികം സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് പുൽപ്പള്ളി മുള്ളംകുലിയിൽ വെച്ച് നടക്കുന്ന ഈ കുടുംബ സംഭവത്തിൽ നമ്മുടെ കണ്ണന്താനത്തെ 3 മുതിർന്ന ഇതിന്റെ സംഘാടകരായിരുന്ന പാപ്പുപ്പനും മദ്ദറ്റപ്പനും ഓലഞ്ഞിക്കപ്പനും അവരുടെ കൂടുതൽ സഹധർമ്മികളും മറ്റെല്ലാവരും ഇന്ന് നമ്മോടൊപ്പം ഒത്തിരി സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് തിരുമാറാടി വന്ന് ചരിത്രം പറയുന്നത് നമ്മളുടെ ഒരു കണക്കെടുത്താൻ വേണ്ടി വന്നതാണ് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ. എങ്കിലും അവിടുന്ന് നമ്മൾ ആരംഭിച്ച ആ വിശിഷ്ടമായ ഒരു വൃക്ഷത്തിൽ നിന്ന് അത് ഒരു വടവൃക്ഷമായി പടർന്ന് പന്തലിച്ച് നമ്മൾ ശാഖകളും ഉപശാഖകളുമായി ഇന്ന് ഇവിടെ ഈ പ്രദേശത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. പ്രത്യേകിച്ചും കണ്ണന്താനം കുടുംബം നമ്മൾ ഒത്തിരി അഭിമാനത്തോടെ എവിടെ ചെന്നാലും നമ്മുടെ കുടുംബം കണ്ണന്താനം കുടുംബം യോജിക്കുമ്പോൾ ഒന്നും കൂടി ആളുകൾ നേരെ ഒന്ന് നോക്കും. അതിലേക്ക് പല വിശിഷ്ട വ്യക്തികളുടെ പേരുകൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ ജോണച്ചന്, നമ്മുടെ എറണാകുളത്ത് എവിടെ ചെന്നാലും ജോണച്ചൻ പ്രിൻസിപ്പലായിട്ട് പെൻഷനായി. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും നമ്മൾക്ക് അറിയാം. നമ്മുടെ എന്ത് ആവശ്യം പറഞ്ഞാലും ജോണച്ചനത് നമ്മൾക്ക് ജോണച്ചനെ കൊണ്ട് പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ജോണച്ചന് ഒത്തിരി കൂട്ടുകാരെ വിളിച്ച് നമുക്ക് ചെയ്തു തരാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ റോബർട്ട് അച്ഛൻ ഇറ്റലിയിലാണുള്ളത്. ഇറ്റലിയിൽ നമ്മുടെ മാർപ്പാപ്പയെ കാണാൻ നമുക്ക് തിക്കും തിരക്കുണ്ടായാലും ഈ റോബർട്ട് അച്ഛനുള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ, ഉദാഹരണം ഞങ്ങളുടെ ചുമക്കൂത പള്ളിയിലെ ജോലി അച്ഛൻ ഒരു പ്രാവശ്യം ഇറ്റലിയിൽ പോയി. അപ്പൊ ഈ ജോലി അച്ഛന് അതിഭയങ്കര ആഗ്രഹമായിരുന്നു മാർപ്പാപ്പയുടെ കൂടെ കുർബാന അർപ്പിക്കുന്നത്. അപ്പൊ അച്ഛന് യാതൊരു അവസരവും കിട്ടുന്നില്ല. പക്ഷെ റോബർട്ട് അച്ഛന് ചില ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ജോലി അച്ഛന് മാർപ്പാപ്പയുടെ ഒപ്പം കുർബാന ചെയ്യാൻ അവസരം കിട്ടി. അതുപോലെ നമ്മുടെ കൂടെ കണ്ണന്താനം കുടുംബാംഗങ്ങളിൽ പലരും പല സ്ഥലങ്ങളിലും വലിയ പോസ്റ്റിലും വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് വിനിയോഗിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുടുംബാംഗങ്ങള് പരസ്പരം താങ്ങും തണലുമായി നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ളതും പരസ്പരം ബന്ധപ്പെട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു നല്ല കുടുംബമായി ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ണന്താനം കുടുംബമായിട്ട് മാറാൻ നമുക്ക് അവസരമുണ്ടാകട്ടെ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈ കുടുംബയോഗം തുടങ്ങി വെച്ച നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ നിന്ന് ഏറെ സന്തോഷിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇടയിൽ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിനെ നമ്മൾ മറന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെന്നുള്ള ചിന്തയിൽ നമ്മൾക്ക് ഏറ്റവും ഊഷ്മളമായി ഇനിയും ഈ കുടുംബയോഗങ്ങൾ അടുത്ത വർഷം ഇതിലും അതിമനോഹരമായി ഈ കുടുംബയോഗം നടത്താൻ നമുക്ക് സാധിക്കും.
സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അടുത്ത വർഷം നമ്മൾ തീരുമാനമാണ് നമ്മുടെ കുടുംബയോഗം നടത്തുന്നത്. അവിടെ നമുക്ക് ഇപ്പോൾ ഇതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്ത് നമ്മുടെ കണ്ണന്താനം കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു ദിവസം നമ്മൾക്ക് പങ്കെടുക്കാനും പരസ്പരം നമ്മുടെ ക്ഷേമങ്ങൾ അറിയാനും. ഇപ്പൊ ഞാൻ ഇവിടെ നോക്കിയിട്ട് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കണ്ട മുഖങ്ങളാണ് ഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ വർഷം കുറച്ച് ആളുകളെ കാണാൻ പറ്റിയില്ല. എങ്കിലും കാണുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. അത് തന്നെ നമ്മുടെ കെട്ടുറപ്പാണ്. നമ്മുടെ ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണന്താനം കുടുംബത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ കുടുംബസംഗമം ഇതിൽ ഊഷ്മളമായി ഇതിലും നമ്മുടെ വരും തലമുറകളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഊഷ്മളമായി സൗഹാർദ്ദത്തിലും സഹോദര്യ സ്നേഹത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാക്കിൽ നിന്ന് നോക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പന്ത്രണ്ടാമത് കുടുംബയോഗ റിപ്പോർട്ട്. ആദരണീയരായ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മക്കളെ, കണ്ണന്താനം കുടുംബാംഗങ്ങളുടെ 12ാമത് കുടുംബ സംഗമവും വാർഷിക സമ്മേളനവും 2025 മെയ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ച ചുങ്കക്കുന്ന് ശ്രീ പോളിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അന്ന് രാവിലെ 8:30 ചുങ്കക്കുന്ന് ഫാത്തിമ മാതാ ദേവാലയത്തിൽ വെച്ച് പ്രഭു ജോൺ കണ്ണന്താനം അച്ഛന്റെ കാർമ്മികത്വത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനയോടുകൂടി കുടുംബയോഗം ആരംഭിച്ചു. എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസകളും വൈദികൻ അറിയിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും സെമിത്തേരി സന്ദർശിക്കുകയും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം യോഗസ്ഥലമായ ശ്രീ പോളിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം 11 മണിയോടുകൂടി യോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ പോൾ കണ്ണന്താനത്തിന്റെ അധ്യക്ഷതയിൽ കുമാരി ലെനാറോസിന്റെ പ്രാർത്ഥനാകാലത്തോടുകൂടി നമ്മുടെ കുടുംബയോഗം ആരംഭിച്ചു. ശ്രീമതി സാലി പോൾ യോഗത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു. തുടർന്ന് സെക്രട്ടറി ശ്രീ ജോഷി കണ്ണന്താനം റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. പോൾ കണ്ണന്താനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം നമ്മുടെ കുടുംബയോഗത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അതിന് ഈ കാലഘട്ടത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വന്നതിനെ കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് കുടുംബസംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഡോക്ടർ ജോൺ കണ്ണന്താനം നിർവഹിച്ചു. തുടർന്ന് സിസ്റ്റർ മകൻ കണ്ണന്താനം, ശ്രീ ജോസ് പുൽപ്പള്ളി, ശ്രീമതി ലൈല കുര്യൻ, പൈലകൊച്ച് പേരപ്പൻ ശ്രീ ഫ്രാൻസിസ് കണ്ണന്താനം എന്നിവർ നമ്മുടെ കുടുംബയോഗത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ആശംസകൾക്കിടയിൽ റവറൻ ഫാദർ അഖിൽ പൂവേട്ടിൽ, സാൽവിൻ സിനു, ലിയോണ, കെവിൻ, ലെന റോസ്, ക്രിസ്മരിയ ചാവർച്ചൻ തുടങ്ങിയവരുടെ അതിമനോഹര ഗാനാലാപനങ്ങളും നടന്നു. തുടർന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ബഹുമുഖ പ്രതിഭകളെ ആദരിച്ചു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ 2024 വിവാഹ ജൂബിലി ആഘോഷിച്ചവർ, വിവാഹിതരായവർ, പഠനത്തിൽ മികവ് പുലർത്തിയവർ, നമ്മുടെ കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾ, ജോലിയിൽ നിന്ന് വിരമിച്ചവർ, ഗർഭിണിയായവർ എന്നിവരെ യോഗത്തിൽ അനുമോദിക്കുകയും അവരോടുള്ള സ്നേഹസൂചകമായി പാരിതോഷങ്ങൾ നൽകുകയും ചെയ്തു. യോഗത്തിൽ ഗാനവും ഡാൻസും നടത്തിയവർക്കും പ്രത്യേക സമ്മാനം നൽകുകയും ചെയ്തു. പ്രധാന നിർദ്ദേശങ്ങൾ: കുടുംബചരിത്ര പുസ്തകം വിപുലീകരിക്കാമെന്ന് തീരുമാനിച്ചു. യോഗങ്ങളിൽ കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിക്കണമെന്ന് തീരുമാനിച്ചു. വരിസംഖ്യ കുടിശ്ശികയോടെ എല്ലാവരും നൽകണമെന്നും തീരുമാനിച്ചു. 2026 കുടുംബയോഗം പുൽപ്പള്ളിയിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു. കുടുംബസംഗമത്തിൽ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ തോമസ് കണ്ണന്താനം പ്രതിജ്ഞ രേഖപ്പെടുത്തി. 1:15 ദേശീയ ഗാനാലാപനത്തോടെ സമ്മേളനം അവസാനിക്കുകയും സ്നേഹവിരുന്നിൽ പങ്കെടുത്ത ശേഷം എല്ലാവരും സ്വവസതികളിലേക്ക് മടങ്ങുകയും ചെയ്തു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ 2024-25 വർഷത്തെ കണക്കാണ് അവതരിപ്പിക്കുന്നത്. 2024 വർഷത്തിലെ കൈയിരിപ്പ് 42,939 രൂപ. 6/2025 വൈസികൾക്കുള്ള വരവ് 16,500 രൂപ. 20 ആദരിക്കൽ വാർഷിക പദവികളോട് അനുബന്ധിച്ചോളം ആദരിക്കൽ സമ്മാന മാന്യമുറകളുടെ ചെലവ് 16,000 രൂപ.
2021-22 വർഷത്തെ നീക്കിയിരിപ്പ് ചെലവഴിച്ച് 43,439 രൂപ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ. പിന്നെ കണക്കിനെ പറ്റി, റിപ്പോർട്ടിനെ പറ്റി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കൂട്ടിച്ചേർക്കലോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ അവതരിപ്പിക്കാം. അതിനുശേഷം കൂട്ടിച്ചേർക്കലുകൾക്ക് ശേഷം നമുക്ക് കയ്യെഴുതി പാസ്സാക്കുകയും ചെയ്യാം. പതിമൂന്നാമത് കണ്ണന്താനം കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺ കണ്ണന്താനത്തിനെ ക്ഷണിക്കുന്നു. ഇവിടെ കണ്ണന്താനം കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ഏറ്റവും സ്നേഹമുള്ള ശ്രീ പോളിയേട്ടൻ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിസി ചേച്ചി, ജോൺ ചേട്ട, ജോഷി, വേദികം സരസിലും ഉപവിട്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ 13ാമത് കുടുംബയോഗം കുടുംബലീഗ് ശ്രീ കുര്യൻ സാറിന്റെ ആതിഥേയത്വത്തിൽ വന്യമൂലിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ നടത്തുകയാണ്. ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്കറിയാം, കുടുംബം സമൂഹത്തിലും സഭയിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കുടുംബ യോഗങ്ങളും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സുവിശേഷം ആരംഭിക്കുന്നത് ഈശോയുടെ ജീനിയോളജി, വംശാവലി പറഞ്ഞുകൊണ്ടാണ്. കാരണം വംശാവലിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കുടുംബത്തിലൂടെയാണ് ദൈവം ഈ ലോകത്തിൽ ഇടപെടുന്നത്. തന്റെ രക്ഷയും അനുഗ്രഹവും ഒക്കെ മനുഷ്യവർഗത്തിന് പ്രദാനം ചെയ്യുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ഇത് കുടുംബത്തിൽ, പ്രത്യേകിച്ച് കുടുംബയോഗം കൂടുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയാണ് നമ്മൾ ഓർക്കുന്നത്. ഫാമിലി എന്ന വാക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പറയുന്നത് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു, അതിന്റെ ചുരുക്കമാണെന്നാണ് ഫാമിലി. മക്കള് മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ഒരു സ്ഥലമാണ് കുടുംബം. അതുകൊണ്ടാണ് അതിന് ഫാമിലി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കുടുംബ സമ്മേളനം, ഇവിടെ കുടുംബവും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ഏറെ ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ നമ്മൾ ഓർക്കുകയും, ഇവിടെ പോളിചേട്ടൻ പറഞ്ഞു നമ്മുടെ കുടുംബ സമ്മേളനം ആരംഭിച്ചത് ഈ മുള്ളൻകൊല്ലിയിൽ വെച്ചാണ്. ഇതിന് വഴിമരുന്നിട്ടതും നമ്മുടെ ഇവിടെയുള്ള പേരപ്പന്മാരാണ്. പ്രത്യേകിച്ച് പാപ്പു പേരപ്പനൊക്കെ എല്ലാ വർഷവും തിരുമാറാടിയിലും എല്ലാം വരുമായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. കുടുംബങ്ങള് ഒരുമയോടെ, സ്നേഹത്തോടെ പോകേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ കാരണവന്മാരാണ്. അവരുടെ വഴിയാണ് നമ്മൾ, ഒരുപക്ഷെ അവരുടെ അത്രയും തീക്ഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൽ നമ്മൾ ഒരുപക്ഷെ നമ്മളോട് തന്നെ നമ്മൾ മാപ്പ് പറയേണ്ടതുണ്ട്. അത്രമാത്രം നമ്മുടെ ഈ കുടുംബത്തെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കാരണവന്മാരെ പരിശ്രമിച്ചു. അവരുടെ അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുടുംബയോഗം ഇത്രയും വിശാലമായ ഒരു രീതിയിൽ നമുക്കിവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതിന് ഓരോ ശാഖയിലും പെട്ടവരുടെ കഠിനമായിട്ടുള്ള അധ്വാനവും പ്രയത്നവും സന്മനസ്സും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ കുടുംബയോഗം സംഘടിപ്പിച്ച കുര്യൻ സാറ്, ഡയറി ടീച്ചർ, അതുപോലെ മുള്ളൻകൊല്ലിയിലുള്ള എല്ലാവരും ഇതിന്റെ പിന്നിൽ ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. ഒരു കുടുംബയോഗം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഏറെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ്. വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് എല്ലാം അറിയിച്ചിട്ടാണ് ആളുകൾ ഇത്രയൊക്കെ എത്തിച്ചേർന്നത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകം നമ്മുടെ കുടുംബത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന പോളിയേട്ടൻ വളരെ നേരത്തെ തന്നെ നമ്മളോടെല്ലാം കുടുംബയോഗത്തെ കുറിച്ച് അന്വേഷിക്കുകയും അതിന്റെ ഡേറ്റ് നിശ്ചയിക്കുകയും പ്രാദേശികമായിട്ടുള്ള യോഗങ്ങളൊക്കെ വിളിച്ച് ഓരോരുത്തരെ
അറിയിക്കുന്നതിലൊക്കെ പോളുചേട്ടൻ വളരെയേറെ ഉത്സാഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഈ കുടുംബയോഗം നടത്താനായിട്ട് സാധിക്കുന്നത്. കൊണ്ട് പോളിയോട്ടിനെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ കുടുംബയോഗം കൂടുതൽ ശക്തിപ്പെടണം. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷമ ഘട്ടത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു തലമുറ എങ്ങനെയാണ് ഈ കുടുംബയോഗത്തെയൊക്കെ ഏറ്റെടുക്കുന്നത് എന്നത് ആശങ്കയോടുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഒരു 2 തലമുറ കഴിയുമ്പോൾ ഇതൊക്കെ ഏറ്റെടുക്കാൻ ആരാണ് ഉണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതെല്ലാം നമ്മുടേതായ ഈ സമയത്ത് ഈ കുടുംബയോഗത്തെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോവുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഒരുമയോടുകൂടെ കൂടുതൽ ആശയവിനിമയങ്ങൾ ഇനിയും നടക്കണം. നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ വീടുകളുടെ വിശേഷങ്ങളൊന്നും അധികം പങ്കുവയ്ക്കപ്പെടുന്നില്ല. പരസ്പരം ആളുകൾ ഇപ്പോഴും കൃത്യമായിട്ട് അങ്ങോട്ടും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇനിയും ആ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടി ആഴപ്പെടണം. നമ്മുടെ വേരുകളെ നമ്മൾ വിസ്മരിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാകും. പോളിയേട്ടനോട് പറഞ്ഞതുപോലെ പരസ്പരം ഏറെ സഹായങ്ങൾ നമുക്ക് പരസ്പരം ചെയ്യാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും നമ്മുടെ അനേകം കുട്ടികളുണ്ട്. ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും റോമിലും അമേരിക്കയിലും ഒക്കെ നമ്മുടെ ധാരാളം കുട്ടികളുണ്ട്. അവരെ പരസ്പരം കാണാനും പരിചയപ്പെടാനും പങ്കുവയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഈ കുടുംബയോഗം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ഈ കുടുംബയോഗത്തിന് ആശംസിച്ചുകൊണ്ട് ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദീപം തെളിച്ചുകൊണ്ട് നമ്മുടെ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇനി ആശംസകൾ അർപ്പിക്കാനുള്ള സമയമാണ്. ആദ്യമായിട്ട് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ സന്നിഹിതയായിരിക്കുന്ന ശ്രീമതി സിസിലി ജോണി, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി ജോണിയെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. 13ാമത് കുടുംബയോഗത്തിന്റെ അധ്യക്ഷൻ വഹിക്കുന്ന പോൾ കണ്ണന്താനം യോഗം ഉദ്ഘാടനം ചെയ്ത ജോണച്ച, വേദിയിലും സദസ്സിലുമുള്ളവരെ, സ്നേഹമുള്ള ബന്ധുമിത്രാദികളെ, ഏറെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് നമുക്കിന്ന്. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കാണാനും കണ്ടുമുട്ടാനും നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരു വേദിയാണ് കുടുംബയോഗങ്ങൾ. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞു, നമ്മുടെ കുറച്ച് വയസ്സായവർ മാത്രമേ കുറച്ച് കഴിയുമ്പോൾ കാണുകയുള്ളൂ. നമ്മുടെ പുതുതലമുറയൊന്നും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അവർ ജോലി സംബന്ധമായിട്ട് അവരെല്ലാം വിദേശത്ത് പോയി. നമ്മൾ കണ്ട മുഖങ്ങൾ തന്നെയാണ് എല്ലാ വർഷവും കാണുന്നത്. പുതിയതായിട്ട് വരുന്ന കല്യാണം കഴിച്ചിട്ട് വരുന്ന 1-2 കുട്ടികളെയൊക്കെ കാണുന്നുള്ളൂ. ബാക്കി നമ്മുടെ മക്കളുകളൊന്നും ഇവിടെ ഇല്ല. അവരെല്ലാം സ്വന്തം ജോലി നോക്കി അവർ പോയി. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കാണാനും ഇതേപോലെയുള്ള ഒരു വേദിയാണ് നമുക്ക് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ കുടുംബയോഗത്തിൽ എല്ലാവരും തന്നെ വരികയും നമ്മുടെ ഓരോ വർഷവും ഓരോ സ്ഥലത്താണ് വെക്കുന്നതെങ്കിലും നമ്മളെല്ലാവരും ബന്ധപ്പെടാനോ പോകാറോ ഇല്ല. ഒരു ദിവസം എന്തെല്ലാം നമുക്ക് തിരക്കുകളുണ്ടെങ്കിലും ഈ ഒരു ദിവസം നമ്മളെ മാസങ്ങൾക്ക് മുമ്പേ അതിന്റെ സംഘാടകർ വിളിച്ചു പറഞ്ഞാലും നമ്മൾ അതിനുള്ള സമയം കണ്ടെത്താറില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കും കൂടുതൽ ആളുകൾ ഈ വർഷം വന്നിട്ടുണ്ട്. അതിന് മുമ്പത്തെ വർഷം ഞാൻ വന്നതാണ് കുടുംബയോഗത്തിന്. അന്ന് ഇത്ര ആളുകളില്ലായിരുന്നു, അതിലും കൂടുതൽ ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഓരോ വർഷം എന്താണെങ്കിലും മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷം ഇത് കുടുംബയോഗം നടത്തുമ്പോൾ നമ്മളെല്ലാവരും പങ്കെടുക്കുകയും നമ്മൾ വരാത്തവരെ കൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് കാണാനും പരിചയപ്പെടാനുള്ള ഒരു അവസരമാണിത്. തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കള് കുറെ അധ്വാനിച്ച് അന്നത്തെ അധ്വാനത്തിന്റെ
അത്ര അധ്വാനമൊന്നും നമുക്കില്ല. അവര് തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചിട്ടാണ് അവരാണ് ഇതിന് തുടക്കം കുറിച്ചത്. നമ്മൾ അത് പിന്തുടർന്ന് കൊണ്ടുപോയി നമുക്ക് പുതുതലമുറയെ നമ്മൾ കഴിയുമ്പോൾ വേറൊരു മറ്റു തലമുറയെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിനും കുടുംബങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനും ദൈവവിശ്വാസത്തിലും ദൈവത്തിന്റെ ഒരു പ്രത്യേക കരുണ കൊണ്ടാണ് നമ്മൾ ഇത്രയും ആളുകളും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ കുടുംബയോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. പിന്നെ എന്നെ പ്രത്യേകം നന്ദി പറയുന്നു എന്നെ ആദരിക്കാൻ കാണിച്ച ഈ നല്ല മനസ്സിനും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ നിലയിൽ നിന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ ആദരിക്കാൻ കാണിച്ച ഈ മനസ്സിന് കണ്ണന്താനം കുടുംബത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുടുംബ സംഘടനത്തിന്റെ പ്രസിഡന്റ് പോൾ കണ്ണന്താനം, അതുപോലെ അതിന്റെ സെക്രട്ടറികളും അലങ്കരിക്കുന്ന ജോഷി കണ്ണന്താനം, അതുപോലെ നമ്മുടെ രക്ഷാധികാരിയും നമ്മുടെ ഇന്നുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ വസ്തുക്കളുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോണച്ച, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഗസ്റ്റായ സിസിലി, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ കർഷകർ മോനച്ചന്റെ, എല്ലാവരെയും ഇവിടെ എത്തിച്ച് മനസ്സിലാക്കിച്ചതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സദസ്സിൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒക്കെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വളരെ ഓരോ വർഷവും വളരെ ഗംഭീരമായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്ന് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നതോടെ എനിക്ക് മനസ്സിലാകും. ഒത്തിരിയേറെ കാണുവാൻ, ഒത്തിരി പേരെ നമുക്ക് കാണുവാനും പരിചയപ്പെടുവാനുമുള്ള അവസരമാണ് ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. പല നാട്ടിൽ കിടക്കുന്ന നമ്മുടെ കണ്ണന്താനം കുടുംബം തന്നെ 3 പ്രവിശ്യകളായിട്ടാണ് കിടക്കുന്നത്. ഉൾപ്പെടെയുള്ള ഏതാനും പേരെ മാത്രമേ ചുമക്കുന്നതിലുള്ളവരറിയുള്ളൂ. ചുമക്കുന്നതിലുള്ള ഏതാനും പേരെ ഉൾപ്പെടെക്കാരറിയുള്ളൂ. നാട്ടിൽ നിന്ന് വന്നവരെ തന്നെയാണെങ്കിലും 5-6 പേര് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അവരെ മാത്രമല്ല അവിടെ ഉള്ളത്, ബാക്കി ആളുകളും അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അവരെയും കൂടെ നമ്മൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. അടുത്ത പ്രാവശ്യമെങ്കിലും ഇവിടെ വരുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എല്ലായിടത്തും ആളുകളുണ്ട്. എല്ലാവരും കൂടെ വന്നാൽ നമുക്ക് ഈ ആള് മതിയാകുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഗംഭീരമായ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ നല്ല ആശംസകളും ഈ കുടുംബയോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുമ്പി തുമ്പി തുള്ളായ ചെമ്പരക്കത്ത് പൂത്ത തുള്ളായ മുറ്റത്തിനുള്ളിൽ ഉള്ളാടാൻ തട്ടാമുൻ തുള്ളിൽ കൊഞ്ചേരി കേൾക്കാം. തുമ്പി തുമ്പി തുള്ളായ ചെമ്പരക്കത്ത് പൂത്ത Thank you. എനിക്ക് അതിൽ നിന്ന് കുറച്ച് പുറത്ത് നിൽക്കുന്ന ഒരാൾ, പുറമേ നിന്ന് കാണുന്ന ഒരാൾ ആശംസ അർപ്പിക്കുന്നതായിരിക്കും കുറച്ച് നന്ദിയുണ്ട്. ആ അർത്ഥത്തിൽ ആ കാര്യത്തിൽ ഏറ്റവും യോഗി ഞാനാണെന്ന് വിചാരിക്കുന്നത്. കാരണം ഞാൻ കണ്ണന്താനല്ല, എൻ്റെ അമ്മയാണ് കണ്ണന്താനത്. എല്ലാവരും അറിയുന്നത് വിചാരിക്കുന്നത് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. ഷാജൻ എന്ന അമ്മയുടെ പേര് അറിയപ്പെടുന്നത് യഥാർത്ഥ പേര് ജോൺ തന്നെയാണ്. പള്ളിക്കുണ്ടൊക്കെ ചാച്ചൻ്റെ പെങ്ങളുടെ മകൻ. അമ്പായത്തൊട്ടാണ് തറവാട്. ചാച്ചൻ മരിച്ച അമ്മയുണ്ട്. അമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റാത്ത ശരീരാസ്വസ്ഥത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റിയില്ല. അപ്പം
ആ കുടുംബത്തെ തുമ്പായത്തോട് കുടുംബത്തെ എല്ലാം പ്രതിനിധീകരിച്ച് ആണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും നല്ല ആശംസ ഈ കുടുംബയോഗത്തിന് ആദ്യമേ അർപ്പിക്കുന്നു. നെരിപ്പാറ കുടുംബത്തിൽ ഒരു വലിയ ശൃംഖല ഒരു കുടുംബയോഗത്തിന് ഞാൻ 2 വർഷം മുമ്പ് ആദ്യമായി നാട്ടിൽ പോയി പങ്കെടുത്തു. അതിന് മുമ്പ് കണ്ണമാന കുടുംബയോഗങ്ങൾക്ക് ഇവിടെ ഒന്നിലധികം തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബയോഗത്തിൻ്റെ യഥാർത്ഥ അന്തസ് എന്താണ് എന്ന് മനസ്സിലാക്കിയത് കളത്തൂർ കുളങ്ങര കുടുംബയോഗങ്ങൾ പങ്കെടുത്തതാണ്. അത് ഇവിടെ ഒന്നുപെടും. കാരണം വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നാടിനും നാട്ടുകാർക്കും ഒക്കെ വിലമതിപ്പുള്ള ആളുകളുടെ പിൻതലമുറയാണ് നമ്മളുടെ അറിയിപ്പ് തോന്നുന്നൊരു അഭിമാനം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംവിധാനം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ അറിയുണ്ടാവും. ഒപ്പം കുടുംബക്കാരെയൊക്കെ കാണുകയും അറിയുകയും പരിചയപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ വ്യക്തിത്വ വികസന ക്ലാസ്സിലൊക്കെ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കാര്യമായിരിക്കും തോന്നുന്നു. ഞാൻ ആരാണ്, എൻ്റെ ആൾക്കാരൊക്കെയാണ്, എന്താണ് എൻ്റെ കുടുംബത്തിന് എൻ്റെ നാട്ടിലുള്ളതെല്ലാം എന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിനേക്കാൾ വളരെ മെച്ചമായി വിദ്യാർത്ഥി. അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വലിയ മതിപ്പുണ്ടാവുന്ന ഒരു സംഗതിയാണ് കുടുംബയോഗം. അധ്യാത്മികതയോ മറ്റു കാര്യങ്ങളൊക്കെ ഒരു വശം നടക്കട്ടെ, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ വലിയൊരു മതിപ്പുണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഇത്തരം ഗാലറീസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഗാലറീസിന്റെ ആ മാധ്യമങ്ങളിൽ ഈ സെലിബ്രേഷന്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിലെ അംഗങ്ങളായ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരുപാട് വിശേഷങ്ങൾ, അപ്പൊ ആ ആശയങ്ങളോ അഭിപ്രായങ്ങളായിട്ട് ഇഷ്ടപ്പെടാത്ത എതിരഭിപ്രായങ്ങളോ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില ഗ്രൂപ്പുകളിലൊക്കെ ഒരു കൗണ്ടർ ശൈലിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, നമുക്ക് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടോ സാംസ്കാരികപരമായോ മറ്റു പല ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മുടെ കുടുംബയോഗത്തിന്റെ ഗ്രൂപ്പുകളിൽ വരാതെ നാടിനെ കുടുംബത്തെ സംബന്ധിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ ഇളം തലമുറ ഒരുപാട് ഉപദേശമൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുതിർന്ന തലമുറയോട് എനിക്കൊരു ബഹുമാനപൂർവ്വ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഭീകരമായി ഉപദേശിക്കാൻ നിൽക്കരുത്. കാരണം ഈ ഗ്രൂപ്പിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആവാം, എനിക്കൊരു പരിധി വേണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്രായമായി കഴിഞ്ഞ് വേറെ കാര്യമായി പണിയുന്നില്ലായിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നത് ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറുണ്ട്. വ്യത്യസ്ത പ്രായത്തിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ആ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് പോസിറ്റീവായിട്ട് എടുക്കണം, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ശ്രദ്ധ എല്ലാവരും ഈ കാര്യത്തിൽ ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി ഇൻറ്റിമസി ഉണ്ടാവാൻ തോന്നിപ്പോൾ അന്നെല്ലാം തോന്നുന്നത്. പ്രത്യേകിച്ച് തലമുറ ചെറുപ്പക്കാർ ചില കാര്യങ്ങൾ കാണുമ്പോൾ അവർ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാതെ പ്രതികരിച്ചുള്ളത് ഇമാതിരി ആളുകൾ പൂർത്തി കളിക്കുവാതിരുന്നാണ് നല്ലത് എന്നൊരു പക്ഷേ എന്തല്ലേ വയസ്സന്മാരുടെ ഒരു പടം അങ്ങനെയാണ് എങ്കിൽ അതിലേക്ക് വയസ്സന്മാരിൽ പോയി അവരുടെ പഴമാടും പറഞ്ഞ് പരസ്പരം കുറഞ്ഞു വാങ്ങി സന്തോഷിച്ച് ചോറിന് തിരിച്ചു പോകട്ടെ എന്ന് പിള്ളേർ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലാത്ത ഒരു നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി നമ്മുടെ കുടുംബയോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ ഉള്ളതായി തന്നെ പരിഗണിക്കണം. ഒരു പറ കുടുംബത്തിൻ്റെ എല്ലാ ബഹുമാനവും ആദരവും കടപ്പാടും അറിയിക്കുന്നു. എന്നെ എൻ്റെ ബന്ധുക്കളുമായി പരിചയപ്പെടുത്തിയത് ബഹുമാനപൂർവ്വം പറയട്ടെ, പാപ്പോച്ചൻ 16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി പുൽപ്പള്ളിയിലേക്ക് വരുന്നത്. ഒരു മുണ്ടും ഒരു ഷർട്ടും മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 3-ാം ദിവസം അത് കഴുകിയിട്ട പാപ്പോച്ചൻ്റെ ഇളയ മോളാണ് എന്നെ കുറച്ച് ദിവസം കൊണ്ട് ഉണങ്ങുന്ന വരെ കൂടി അവിടെ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടാവുകയും ആ ദിവസങ്ങളിൽ എൻ്റെ രാത്രിൻ്റെ സ്വന്തം പെങ്ങൾ താമസിക്കുന്ന പേരിൽ വരെ എന്നൊക്കെ ഇത് വലിയ ദൂരമായിരുന്നു. കൊണ്ടുപോയി കാണിച്ച പാപ്പച്ചൻ ബന്ധു വീടുകളിലേക്ക് എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ പാപ്പച്ചൻ. പക്ഷേ എൻ്റെ അമ്മയുടെ നേരാംഗണമായിട്ട് ഒപ്പം ഞാനൊരു യാത്ര ഒരിടത്തും പോയിട്ടില്ല. പക്ഷെ പാപ്പച്ചൻ കൂടെയാണ് കുറച്ചെങ്കിലും ബന്ധങ്ങൾ കാണാൻ ആളുകൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ പോലെ ചില ബന്ധുക്കൾ. അപ്പൊ അങ്ങനെ ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് കുടുംബത്തിലെ ആളുകളെ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിലും വലിയ അർത്ഥമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടുമുള്ള ബഹുമാനം അറിയിക്കുന്നു. പ്രദേശങ്ങളിൽ നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപക്ഷെ എണ്ണത്തിന്റെ വർദ്ധനവ് പോലെ തന്നെ അതിന്റെ സ്പിരിറ്റിലെ
ക്രിയേറ്റിവിറ്റി ഈ കുടുംബയോഗത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. 2014 ഈ മുഴാങ്കുലയിൽ വെച്ച് തുടക്കം കുറിച്ച നമ്മുടെ ഒത്തുചേരലിൻ്റെ 14ാം വർഷത്തെ യോഗം ഉപയോഗിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ള അവസ്ഥയാണ് കുടുംബമെന്ന് സാധാരണ പറയാറുള്ളത്. ഈ സന്തോഷവും ആനന്ദവും ലോകപാലനം ചെയ്യുക, കുടുംബാംഗങ്ങളുടെ കൂടിച്ചേരലിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മുടെ ജനങ്ങൾ അവരുമായി ഷെയർ ചെയ്യുന്നതിലൂടെ അതുപോലെ തന്നെ ആ പരസ്പരമുള്ള ബന്ധപ്പെടലുകളാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളിലെ ഈ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുക. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ അറിയാതെ അവരെ കൂടുതൽ മനസ്സിലാക്കാനുള്ള വേദിയാണ് പലപ്പോഴും ഈ കുടുംബയോഗങ്ങൾ. അവരൊക്കെ പലതവണ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ എന്നെ വളരെ സ്പർശിച്ചൊരു കാര്യം ഷൈദസാർ വന്നതാണ്. അതായത് പലപ്പോഴും ഒരു സദസ്സിനെ നോക്കിയാണ് അതിനെ നിയന്ത്രിക്കുന്ന നരച്ച കുറേ മുഖങ്ങളും തലകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതേ സമയത്ത് ഏതാണ്ട് ഊർജ്ജസ്വലരായ യുവജനങ്ങളെ മാറുന്നു. ജീവിതത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്താക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. കൗമാരം സംശയങ്ങൾ ഉന്നയിക്കുന്നു, ബാല്യം സംശയങ്ങൾ ഉന്നയിക്കുന്നു, കൗമാരം സംശയങ്ങൾ ചോദിക്കുന്നു, യൗവനം ഉത്തരവന്വേഷിക്കുന്നു, വാർദ്ധക്യമോ അത് കണ്ടെത്തുന്നു. അപ്പോഴേക്ക് ഈ ജീവിതവും അവസാനിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ സംശയങ്ങൾ ചോദിക്കുന്ന ബാല്യങ്ങളും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കൗമാരങ്ങളും ഉത്തരമന്വേഷിക്കുന്ന യൗവനങ്ങളും ഇവിടെ നിന്നും വളരെ അകലങ്ങളിൽ നമ്മളിൽ നിന്നൊക്കെ വിട്ട് വളരെ ദൂരെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ കുടുംബത്തേക്ക് നമ്മളത് തിരിച്ചു നോക്കിയാൽ പോള് സൂചിപ്പിച്ചതുപോലെ ഇതൊരു വടവൃക്ഷമാണ്. മണ്ണിൽ വേറെടുത്ത് നിൽക്കുന്ന, മലയാള മണ്ണിൽ വേറെടുത്ത് നിൽക്കുന്ന, ഇവിടെ നിന്ന് വളവും ലവണങ്ങളും മനുഷ്യർക്ക് വളരുന്ന ഒരു വൻവൃക്ഷമാണ്. ആ വൻവൃക്ഷത്തിന്റെ ശാഖകൾ കടലിൽ കായലിലാണ് കടന്ന് അങ്ങ് വിദേശങ്ങളിൽ ഇങ്ങനെ പരന്നു കിടക്കും. നമ്മളൊക്കെ കരുത്തുള്ള യുവജനങ്ങളെ, യുവത്വങ്ങളെ ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി ഇന്ന് വിദേശങ്ങളിലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മുടെ വീടുകളിലേക്ക് നാടുകളിലേക്ക് കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായിട്ടും 15 വയസ്സിനും ഒരു 50 വയസ്സിനും ഇടയ്ക്കുള്ള അധ്വാനിക്കാൻ ശേഷിയുള്ള, ചിന്താശേഷിയുള്ള, പ്രവർത്തന വൈദഗ്ധ്യമുള്ള ഒരാൾക്കും ഇവിടെയില്ല. ഒന്നുകിൽ തീർത്തും പരസഹായം ആവശ്യമുള്ള 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 50 വയസ്സിൻ്റെ മേലെ പ്രായമുള്ള, എപ്പോഴും സഹായവും സഹതാപവും അറിയിക്കുന്ന കുറേ മനുഷ്യർ. അപ്പോൾ വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നതിലും വലിയ വ്യത്യാസം ഉണ്ടാകില്ല. കാരണം ആരെയും കുറ്റപ്പെടുത്തുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വലിയ ചുറ്റിക്കൂടി ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഏതാണ്ട് 50-55 വർഷങ്ങൾക്ക് മുമ്പ് തിരുവാതിര കൊണ്ടിരുന്നു മലബാറിലെ മണ്ണിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഒന്ന് കയറിക്കിടക്കാനുള്ള ഒരു പൂരത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ചട്ടികളോ എല്ലാം വിറ്റ് നടത്തി നമ്മുടെ മാതാക്കൾ ഇവിടെ വന്ന് ഒരു കുടിയേറ്റം നടത്തിയതിൻ്റെ ഭാഗ്യപുത്രങ്ങളാണെന്ന് ചിന്തിക്കുക. ഇന്ന് നമ്മുടെയൊക്കെ മക്കളായി കഴിഞ്ഞപ്പോൾ അവരിന്ന് മറ്റൊരു കുടിയേറ്റത്തിന് വേണ്ടി ഇറ്റലിയിലേക്കും ജർമ്മനിയിലേക്കും ആഫ്രിക്കയിലേക്കും യുകെയിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ ഞങ്ങൾ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരാളുടെ ഒരേ ഒരു കാര്യം ഇതാണ്. പക്ഷെ നമ്മുടെ അടിവേരുകളിൽ നിൽക്കുന്നത് കേരളത്തിൻ്റെ മണ്ണിലാണ്. ഈ പ്രവർത്തനം നൽകിക്കൊണ്ട് ഞാനിവിടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാറില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാം നീ, കിളിമരത്തണലോരം കളിയാടാം നീ, കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ
പോരാത്തു വാവേ വാവാച്ചി കുഞ്ഞിക്കൊരുത്തത്ത് മുള്ളിൽ പാച്ചിട്ട് പിന്നിക്കൊരുത്ത്. ഈ യോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ പോൾ കടന്നാണ്, രക്ഷാധികാരി സ്നേഹബഹുമാനപ്പെട്ട ജോണച്ച, സെക്രട്ടറി ജോഷി, മുഖ്യാതിഥി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിസിലി ജോണി. കുടുംബയോഗം കേൾക്കുമ്പോൾ ഞാനും ഓർത്തു പോകുന്നത്, ആദ്യമായി നമ്മളിവിടെ മുള്ളംകൊല്ലി റോബർട്ടസിന്റെ പുത്തൻകുറവിടെ വെച്ചപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ നമ്മൾ 13ാമതെത്തി. അതായത് നമ്മുടെ കുടുംബ സമ്മേളനത്തിന്റെ ശൈശവ ദിശ നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഒത്തുചേർന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ ഈ ഒത്തിരി ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ മെയ് മാസം ആദ്യത്തെ ആഴ്ചയാണ് ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ആദ്യത്തെ നമ്മൾ കുടുംബയോഗം നടത്താമെന്ന് തീരുമാനിച്ചത്. അപ്പം ആ ദിവസം നമ്മൾ നേരത്തെ തന്നെ ഒരു മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാരെത്തിയത്. അപ്പോൾ നമ്മൾ ശൈശവ ദിശയായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ ഈ കുടുംബയോഗത്തിന്റെ പേരിൽ നമുക്ക് ചെയ്യാം. അതിനുള്ള സാമ്പത്തിക ശേഷിയിലേക്ക് നമ്മൾ ഓരോ കുടുംബാംഗങ്ങളും വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് കുറച്ചും കൂടി താല്പര്യത്തോടെ ഈ പുറത്തേക്കുള്ള പിള്ളേരെല്ലാം പോയി നമ്മുടെ സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ്, അതായത് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് നമ്മുടെ മക്കളൊക്കെ പുറത്തേക്ക് പോകുന്നത്. എങ്കിലും അവരുടെ അവധിക്കാലങ്ങളൊക്കെ നമ്മുടെ കുടുംബയോഗം ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അവധിക്കാലം ഈ ഒരു സമയത്തേക്ക് മാറ്റിവെച്ച് എത്തിച്ചേരുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരും താല്പര്യത്തോടെ കുടുംബയോഗത്തിൽ പങ്കെടുക്കും. വേണമെങ്കിൽ നമുക്ക് വയനാട്ടിലായതുകൊണ്ട് അടുത്ത ഇനി 3ാമത്തെ വർഷം നമുക്കൊരു വൺ ഡേ ടൂറോ ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം. കാരണം അതിനുള്ള സാമൂഹ്യപരമായ സാമ്പത്തികമായ ശേഷിയിൽ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കുടുംബയോഗം സംഘടിപ്പിക്കുന്ന കുര്യസാറിനും ഡയറക്ടറുമാണ്. എങ്കിൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അവരുടെ ഈ ഏരിയകളിൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ കുടുംബയോഗം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഈ ഒരു തലമുറ നല്ല സ്ട്രോങ് ഒത്തിരി നമ്പറുണ്ട്. നമ്മുടെ കാരണവന്മാര് കുറച്ച് നമ്പറുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി കുടുംബ സ്നേഹമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കുടുംബയോഗം സംഘടിപ്പിക്കാനും നമ്മൾ ഈ ഒരു നിലയിലെത്തി ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എത്താനും നമുക്ക് സാധിച്ചത്. അതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം. എനിക്ക് പ്രത്യേകിച്ച് നല്ല അഭിമാനമാണ്. നമ്മുടെ വീട്ടിലെ തന്നെ നല്ലൊരു കണ്ണന്താനം എവിടെ പോയി പറഞ്ഞാലും നമ്മൾ ഈ ഇന്നയാളുടെ തമ്പി കണ്ണന്താനത്തിന്റെ കസിനാണോ, അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കസിനാണോ, പിള്ളേരുടെ പേര് ഞങ്ങൾ രണ്ടുപേർക്കും എവില്ല കണ്ണന്താനം, രസ കണ്ണന്താനം. അത് ഒത്തിരി അഭിമാനകരമായ ഒന്നാണ് നമ്മുടെ ഈ നെയ്യും. അത് നമുക്ക് നമ്മുടെ ഓരോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും അഭിമാനിക്കാൻ നമുക്ക് ഒത്തൊരുമയോടെ സഹകരണ മനോഭാവത്തോടെ നമുക്ക് ശ്രമിച്ചാൽ നമ്മുടെ ഈ കുടുംബയോഗം മനോഹരമാക്കാം. അടുത്ത വർഷം നാട്ടിലാണ്. അതുപോലെ എല്ലാ കുടുംബവും മനോഹരമാക്കാം. അതിനുള്ള സമയവും കഴിവ് സാഹചര്യം സാമ്പത്തികമായിട്ടെല്ലാം നമുക്കുണ്ട്. അച്ഛൻ ഇവരിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ താൻ പാർട്ടി ദൈവം പാർട്ടി എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മൾ 50% നമ്മൾ രക്ഷ പ്രാപിക്കാൻ കഷ്ടപ്പെടണം. നന്നായി ജീവിക്കുക, ദൈവവിശ്വാസം ജീവിക്കുക, ഒത്തിരി വഴക്കും ബഹളവും ക്ഷമിച്ച് എല്ലാം ഉപേക്ഷിച്ച് ക്ഷമയുള്ളവരായിട്ട് ജീവിക്കുക. എല്ലാ ഗെയിമും ആരും ജയിക്കില്ല. ഒരാൾ മാത്രമേ എല്ലാ ഗെയിമും ജയിക്കുകയുള്ളൂ. വിന്നറാവുന്ന ഒരാൾ മാത്രമല്ല. അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിലുണ്ടെങ്കിൽ അത് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ വിട്ടുവീഴ്ചയുള്ള മനോഭാവമുള്ളവരാകും. അങ്ങനെ നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കാം. നമുക്ക് തീർച്ചയായും രക്ഷ പ്രാപിക്കണം. നമ്മുടെ കണ്ണന്താനം എല്ലാ കുടുംബാംഗങ്ങളും രക്ഷ പ്രാപിക്കണം. നമുക്ക് അതിനായിട്ട് പ്രയത്നിക്കണം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യാതിഥിയെ പറയാൻ പറഞ്ഞു. നമ്മുടെ ചേച്ചി മുഖ്യാതിഥിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്ക് 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. നാട്ടിലെ കുര്യാച്ചൻചിറ്റപ്പൻ്റെ മകൾ ജീന, മറ്റൊന്ന് സിസിൽ ചേച്ചി. നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമുക്ക് ഓരോ കണ്ണന്താന കുടുംബാംഗങ്ങൾക്കും അത് തികച്ചും അഭിമാനകരമായ ഒന്നാണ്. നമുക്കതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം. ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ യോഗത്തിന്റെ അധ്യക്ഷനും കണ്ണന്താനത്ത് കുടുംബയോഗത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള
യോഗത്തിന്റെ ഉദ്ഘാടകനും ഉദ്ഘാടനത്തിൽ കൊടുത്ത യോഗത്തിന്റെ രക്ഷാധികാരിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട പോളച്ച, ഇന്നത്തെ വിശിഷ്ടാതിഥിയും കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള സിസിലി ചേച്ചി, പ്രിയ ജോണിയേട്ട, ജോഷി, കണ്ണനാന്ത് കുടുംബത്തിലെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, 13ാമത് കണ്ണനാന്ത് കുടുംബയോഗം ഇതിനകത്ത് നടക്കുമ്പോൾ വളരെ സന്തോഷവും അതോടൊപ്പം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ പ്രത്യേക നിങ്ങൾ എത്തിച്ചേർന്നതിലും ഒക്കെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ഒരു 3-4 യോഗങ്ങളിൽ എനിക്കും ഇതിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ഞാനിപ്പോൾ നിൽക്കുക എൻ്റെ അമ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അമ്മയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. എങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ വരാനും എന്നെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കാനും ഇവിടെ വെച്ച് സംസാരിക്കാനും ഒക്കെ സാധിച്ചതിൽ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. കുടുംബയോഗം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പൂർവികരിലൂടെ ആരംഭിച്ച് നമ്മുടെ തലമുറ മുന്നോട്ട് പോകുമ്പോൾ ആ പാരമ്പര്യം തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്ന ഒരു വേദിയാണ്. നമ്മുടെ മക്കളായിട്ടും കൊച്ചുമക്കളായിട്ടും കാരണവന്മാരായിട്ടും ഒക്കെ നമ്മളെ പരസ്പരം കാണാനും അവരെ പരിചയപ്പെടാനും പുതിയ ആളുകളെ ഒക്കെ ഈ കൂട്ടായ്മയിൽ കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് കുടുംബയോഗങ്ങളിലൂടെ സാധിക്കും. അപ്പോൾ ഈ കുടുംബയോഗങ്ങൾ ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടെ, ശക്തിയോടെ, സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള ജോണസൺ, പേരിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കണ്ണദാന കുടുംബത്തിന്റെ ഏറ്റവും മുതിർന്ന തലമുറ മുതൽ ഏറ്റവും ചെറിയ ഇളം തലമുറകൾ വരെയുള്ള ആളുകൾ, 3ാമത്തെ കണ്ണദാനം യോഗത്തിലാണ് എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായത്. കണ്ണദാന കുടുംബത്തിന്റെ ഒരു ശാസ്ത്രക്കാരൻ, ഞാൻ ശാസ്ത്രക്കാരൻ്റെ വാക്കുപോലെ ഈ കുടുംബത്തിൽ വന്ന് ഇവിടെ യോഗത്തിൽ വന്നപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ ഈ യോഗത്തിലെ കുടുംബത്തിന്റെ ഐക്യവും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ എല്ലാ വർഷവും നടത്താറുള്ള ഈ സംഘാടനവും ഒക്കെ വളരെ മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നത് വളരെ സന്തോഷകരമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കുടുംബയോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ വരുന്ന കാര്യം, ഇന്ന് ജനറേഷൻ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുതിർന്നവരും ഏറ്റവും ചെറിയവരും തമ്മിൽ തന്നെ വലിയ അകലമായി. പുതിയ തലമുറകളെ വിളിക്കുന്ന പേര് തന്നെ മാറ്റുന്നു. കുട്ടികളൊന്നല്ല, അവർക്ക് ജൻസി പിള്ളേരാണ്. അവർക്ക് പഴയ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനോട് വലിയ പൊരുത്തമുണ്ടാവില്ല, യോജിപ്പുണ്ടാവില്ല. പണ്ട് ഞങ്ങളുടെ കുടിയേറിയ കാലത്ത് തിരുവനന്തപുരം വയനാട്ടിലേക്ക് വന്നപ്പോഴുണ്ടായ കഷ്ടപ്പാടിന്റെ ചരിത്രവും വയനാട്ടിലേക്ക് കുടിയേറി വന്ന സാഹചര്യവും അന്ന് അതിജീവിച്ച കാര്യവും ഇന്ന് കുട്ടികളോട് പറഞ്ഞാൽ അവരെ നേരെ എതിർത്ത് പറയും. ഇതൊക്കെ പറയാനുള്ള സമയം, ഇതൊക്കെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അന്നത്തെ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാര്യങ്ങളൊന്നും പുതിയ ആളുകൾക്ക് തീരെ മനസ്സിലാവുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അവർ ജനിക്കുന്നത് തന്നെ വേറൊരു തരത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ ഒരു ടെക്നോളജിയും ആ ടെക്നോളജിയുടെ അപ്ഗ്രഡേഷനോട് കൂടിയാണ് അവർ വരുന്നത് തന്നെ. ചെറിയ പിള്ളേർ പോലും കാര്യങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനും പ്രതികരിക്കാനും അവർ പഠിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവർക്ക് വളരെ പ്രാഗൽഭ്യം കിട്ടുന്നു. അതോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്, ഇന്ന് നിലവിൽ പണ്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ, ചെറുപ്പക്കാലത്ത് പോകുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ തലമുറ കാരണവന്മാർ പറയുന്നത് മലബാറിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെന്നാണ് പറയാം. മലബാറിൽ പോയ ചാച്ചന്റെ മകൻ വന്നിട്ടുണ്ട്. മലബാറിൽ വലിയ നീളം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആ നീളം കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ദൂരത്താണ് മലബാർ. ഇന്ന് മലബാർ ദൂരം പോയി ഇന്ന് എല്ലാവരും ഗ്ലോബലി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതൊരു മൈഗ്രേഷൻ മാത്രമല്ല, ഒന്ന് വയനാട്ടിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ കുറെ ഭാഗങ്ങളിലേക്ക് മാറുന്നു, അതുപോലെ തന്നെ ആളുകൾ കർണാടകത്തിലേക്ക് മാറുന്നു. ഇതിനപ്പുറത്തേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നില്ല. ഇന്ന് അതൊന്നുമല്ലാതെ ഒരു മരിച്ചടക്കിന് സന്തതിക്കണമെങ്കിൽ കൂടി ഒരു 24 മണിക്കൂറിന്റെ യാത്രയിൽ വന്ന് പങ്കെടുത്തു പോകാൻ പറ്റുന്ന ഒരു സമയത്തിലേക്ക് ദൂരത്തിന്റെ അകലം കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് പറയുന്നത്, നേരത്തെ ആദ്യം ജോണസൊക്കെ സംസാരിച്ചതുപോലെ നാളെ കുടുംബയോഗം കൂട്ടായി ചേരണമെന്നൊന്നുമില്ല. കാരണം കൂട്ടായി ചേർന്ന ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഒരു സമയത്ത് നാളെ മറ്റെന്തെങ്കിലും വീഡിയോ ഒക്കെ ഉപയോഗിച്ച് ചേർന്ന സിറ്റുവേഷനിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മാറും. എന്നാലും കുടുംബയോഗത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരായ ശ്രീ കുര്യൻ മാഷിനെയും
ടീച്ചറെയും ഒക്കെ അവർക്കുള്ള അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു. രണ്ടുപേർക്കും വേദിയിലേക്ക് കത്തുവയ്ക്കാം. ലിയാനയ്ക്കുള്ള സമ്മാനം ക്രിസ്തീയ ചാക്കോട് രണ്ടുപേർക്കും രണ്ടുപേർക്കും വേദിയിലേക്ക് കത്തുവയ്ക്കാം. ലിയാനയ്ക്കുള്ള സമ്മാനം ക്രിസ്തീയ ചാക്കോട് രണ്ടുപേർക്കും വേദിയിൽ ഉപയോഗിച്ചിട്ടായിരുന്ന ശ്രീ കുര്യൻ മുള്ളംകൊല്ലി, റിപ്പോർട്ട് അവതരിപ്പിച്ച ജോഷിച്ചേട്ട, അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ പോൾ കണ്ണന്താനം, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോണച്ച, മുഖ്യാതിഥി സിസ്ലി കണ്ണന്താനം, മറ്റ് വേദിയിലും നമ്മുടെ ഈ പ്രോഗ്രാമുമായി ഉപേക്ഷിതരായിരുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണന്താനം കുടുംബത്തിന്റെ കുടുംബയോഗം 3 വർഷങ്ങൾക്കപ്പുറം വയനാട് വെച്ച് ചേരുകയാണ്. ഏറെ സന്തോഷമുണ്ട്. മുൻ വർഷങ്ങളിലുമായി ഒത്തിരിയേറെ ആൾക്കാർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കാണുന്നതിന് സന്തോഷം തോന്നുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ അനൗൺസ് ചെയ്തത് ഒത്തിരിയേറെ പുതിയ ആൾക്കാർ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു, ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാം. ഈ കാര്യം തന്നെ വിദേശത്താണ്. അപ്പോൾ മാതാപിതാക്കൾ മാത്രം വീടുകളിലാകുന്ന ഇത്തരത്തിലുള്ള സാഹചര്യത്തിലുണ്ട്. ഇങ്ങനെയുള്ള കുടുംബയോഗങ്ങൾ അവർക്ക് പരസ്പരം സംസാരിക്കാനും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരു നല്ല അവസരമായി തന്നെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രവൃത്തി, നമ്മുടെ ഈ ഒരു സന്ദർഭം അത് നന്നായി തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിദൂരത്തല്ലെങ്കിൽ പോലും നമ്മൾ ഒരുപക്ഷെ പറയേണ്ടി വരുമായിരിക്കും. നമ്മള് ചുമക്കുന്ന മേഖല അല്ലെങ്കിൽ നെന്മാറാടി അല്ലെങ്കിൽ വയനാട് എന്ന് പറയുന്ന പകരം ഓസ്ട്രേലിയയിലുള്ളവര്, ജർമ്മനിയിലുള്ളവര്, കാനഡയിലുള്ളവര് കുടുംബയോഗക്കാരെന്ന് പറയേണ്ടി വരുമായിരിക്കും. കാരണം അത് വലിയ ദൂരത്തല്ലെന്ന് ഞാൻ വിചാരിക്കാം. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ ഭൂരിഭാഗം പേര് പോയി, ഇന്ന് മാത്രമേ ഇവിടെ അവശേഷിക്കൂ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കുടുംബയോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങനെ ഒരു കണ്ണിയായി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാവരെയും ഒറ്റവാക്കിൽ ആദ്യം തന്നെ അവർക്ക് ഞങ്ങൾ എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രോഗ്രാം സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. അത് സാധാരണ നമുക്ക് വ്യത്യസ്തമായി ഒരു എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു ഒരു റിസോർട്ട് ആയിട്ടുണ്ട്. വനമാലി കലന്തോറിന്റെ സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ കുര്യൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള വയനാട് കുടുംബാംഗങ്ങളാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇത്രയും മനോഹരമായി ഈ പ്രോഗ്രാം ക്രമീകരിച്ച രാവിലെ ദിവ്യബലി മുതൽ ഇതുവരെയുള്ള പ്രോഗ്രാമുകളും ഭക്ഷണം നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ക്രമീകരിച്ച കുര്യൻ സാറിന്റെ ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള വയനാട് മേഖലയുള്ള എല്ലാവരെയും ഒറ്റവാക്യം അതിന് തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജോൺസൺ തന്നെയാണ്. അച്ഛൻ എല്ലാ കുടുംബയോഗങ്ങളും മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. അച്ഛന്റെ ഒരു നേതൃത്വവും അച്ഛന്റെ ഒരു സജഷൻസും ഒക്കെ എപ്പോഴും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബയോഗം മുമ്പോട്ട് പോകുന്നത്. അച്ഛന്റെ റിട്ടയർമെന്റ് വരുന്ന ഈ വർഷം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അച്ഛന് എല്ലാവിധ ആശംസകളും നേരുകയും ഒപ്പം ഇവിടെ ചേർന്ന് അച്ഛന് നന്ദി അറിയിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ചേർന്നത് പ്രിയ ബഹുമാനപ്പെട്ട കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസ്ലി ജോണിയാണ്. ഞങ്ങൾ സാധാരണ സിസ്ലി ആയിട്ട് വാക്ക് പറയാറുള്ളൂ. നമ്മുടെ കുടുംബം നമ്മുടെ കടന്നാൻ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യമായിട്ടാണ് രണ്ട് പ്രസിഡന്റുമാരെ കണ്ടെത്തുന്നത് ഞാൻ വിചാരിക്കുന്നത്. കാരണം കടന്നാൻ ഫാമിലിയിൽ തിരുമാറാട് ഭാഗത്തുനിന്നുള്ള ആൾക്കാരെ കാണുകയുണ്ടായി എങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിൽ സ്ത്രീകൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള മേഖലകളിൽ കടന്നു വരികയും ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഏറെ സ്നേഹത്തോടെ സിസ്ലിയാജിയെ അഭിനന്ദിക്കുന്നു. ഒപ്പം സിസ്ലിയാജിയെ നമ്മുടെ കുടുംബയോഗത്തിന്റെ നന്ദി അറിയിക്കുകയും ചെയ്യണം. അപ്പൊ തന്നെ ഈ പ്രോഗ്രാമിൽ ഒത്തിരിയേറെ മറ്റ് ആൾക്കാരുടെ പ്രവർത്തനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജോഷി ചേട്ടൻ, ഭാരവാഹികളുടെ ജോഷി ചേട്ടൻ, നമ്മുടെ ഓനസ് ചേട്ടൻ, മറ്റ് ഒത്തിരിയേറെ പേര് പറയുന്ന കുറേ പേരുണ്ട്. പോൾ കണ്ണദാനം, ഒപ്പം തന്നെ ശാരീരിക കണ്ണദാനം, ഇങ്ങനെയുള്ള ഒരു കുറേ പേരുടെ